ഹായ് ഓൾ ഓഫ് യു. ഇന്ന് നമ്മൾ നോക്കുന്നത് 5ാം ക്ലാസ്സിലെ 10ാമത്തെ ചാപ്റ്റർ, സയൻസിലെ 10ാമത്തെ ചാപ്റ്ററാണ് ജന്തുവിശേഷങ്ങൾ എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ നമ്മൾ റിവിഷൻ്റെ ഭാഗമായിട്ട് എന്നും പറയുന്ന പോലെ ഡീറ്റെയിൽ ആയിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും നോക്കുന്നില്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ മാത്രം മാർക്ക് ചെയ്ത് പെട്ടെന്ന് എന്ത് ചെയ്യുക, ഒരു 10 മിനിറ്റ് കൊണ്ട് വീഡിയോ അവസാനിപ്പിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഓക്കെ, ഷെയർ ചെയ്യണം, ഓക്കെ. ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്തെങ്കിലും കമൻറ്റൊക്കെ എന്ത് ചെയ്യുക, അറിയിക്കുക, ഓക്കെ. അപ്പോൾ ചാനലിനെ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് സമയം കളയേണ്ട, നേരെ വീഡിയോയിലേക്ക് പോകാം, ഓക്കെ. അപ്പോൾ നമുക്ക് ഈ ആദ്യ ഭാഗങ്ങളിലെ കാര്യങ്ങൾ അതൊന്നും വേണ്ട, അതൊന്നും നമുക്ക് PSC ചോദിക്കുന്ന കാര്യമില്ല, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയി മാത്രം നോക്കിയാൽ മതി. ഇവിടെ ചെറിയൊരു പോയിന്റ് ഉണ്ട്. എന്താണ് പോയിന്റ്? അല്ല, ഇവയിൽ മുട്ടയിടുന്നവ ഏതെല്ലാമാണ്, ഇവയിൽ മുട്ടയിടുന്നവ ഏതെല്ലാമാണ്, അങ്ങനെ ഒരു ചോദ്യം ഉണ്ടല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കേണ്ട കാര്യം അടുത്തതാണ്. മുട്ടയിടുന്ന ജീവികൾ അല്ലേ, പക്ഷികളും അവയെന്ത് ചെയ്യുക, വിരിയാനെടുക്കുന്ന അടയിരിപ്പ് കാലവും നമുക്ക് ജസ്റ്റ് നോക്കാം, ഇമ്പോർട്ടൻ്റ് ആവും, നമുക്ക് നോക്കണം. ഇതാണ് നമുക്ക് ആദ്യമായിട്ട് പഠിക്കേണ്ട കാര്യം. ഏതാണ് പക്ഷികൾ, അടയിരിപ്പ് കാലം. പക്ഷികളും അവയുടെ അടയിരിപ്പ് കാലമാണ് നമുക്ക് നോക്കേണ്ടത്. എത്രയാണ്? കോഴി എത്ര ദിവസമാണ്? 21 ദിവസം. പ്രാവ് 14 ദിവസം. കുരുവി 14 ദിവസം. ഒട്ടകപ്പക്ഷി 42 ദിവസം. ലവ് ബേർഡ്സ് 22 ദിവസം മുതൽ 25 ദിവസം വരെ. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത ഈ കാര്യം എന്ത് ചെയ്യുക, നമ്മൾ മറ്റ് പല റാങ്ക് ഫയലിലും വേറെ കുറേ ജീവിൻ്റെ കൊടുത്തിട്ടുണ്ടാകും, പക്ഷികളുടെ കൊടുത്തിട്ടുണ്ടാകും. അപ്പം ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത ഈ കാര്യം മസ്റ്റായിട്ട് എന്ത് ചെയ്യണം, പഠിക്കണം. കോഴി 21 ദിവസം, പ്രാവ് 14 ദിവസം, കുരുവി 14 ദിവസം, ഒട്ടകപ്പക്ഷി 42, ലവ് ബേർഡ്സ് 22 മുതൽ 25 ദിവസം വരെ. ഇതാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ട ആദ്യത്തെ കാര്യം, ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കേണ്ട കാര്യം ഇതാണെന്ന് പറഞ്ഞു. എന്താണ്? രാവിലെയും വൈകുന്നേരവുമാണ് പക്ഷി നിരീക്ഷണത്തിന് യോജിച്ച സമയം എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം. അടുത്തത് നോക്കേണ്ട കാര്യം ജസ്റ്റ് ഒന്ന് ഓടിച്ചാൽ മതി. എന്താണ് പക്ഷി നിരീക്ഷണം എന്ന് പറയുന്നത്? എന്തെല്ലാമാണ്? നിറം, വലുപ്പം, ആകൃതി, ശ്രദ്ധിക്കണം, ഇങ്ങനത്തെ കാര്യങ്ങൾ. ഇതൊന്നും നമുക്ക് വേണ്ട, ഓക്കെ. അടുത്ത് നോക്കൂ, അടുത്ത ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗമാണ് ഇത്. ഏതാണ്? ഡോക്ടർ സലീം അലിയുമായി ബന്ധപ്പെട്ട ഈ ഭാഗം ഇമ്പോർട്ടൻ്റ് ആണ്. ലോക പക്ഷി നിരീക്ഷണായൊരു സലീം അലി. ആരാണ് സലീം അലി എന്ന് പറഞ്ഞാൽ? ലോകത്തിലെ പ്രശസ്തനായൊരു പക്ഷി നിരീക്ഷകനാണ്. അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ നവംബർ 12 ദേശീയ പക്ഷി ദിനമായിട്ട് ആചരിക്കുന്നു. അത് ഒന്ന് നോട്ട് ചെയ്യണം. അതേപോലെ നോക്കി, അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ ഏതൊക്കെയാണ്? ബേർഡ്സ് ഓഫ് ഇന്ത്യ, ബേർഡ്സ് ഓഫ് കേരള എന്നിവ അദ്ദേഹത്തിൻ്റെ പ്രധാന പുസ്തകങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേരാണ് ഒരു കുരുവിയുടെ പതനം. അപ്പോൾ ഈ 4 കാര്യങ്ങളാണ് ഇതിൽ ഓർക്കേണ്ടത്. ഏതൊക്കെ ഓർക്കേണ്ടത്? സലീം അലി ആരാണ്? ഒരു ഫേമസ് ആയ ലോക പ്രശസ്തനായ പക്ഷി നിരീക്ഷകനാണ്. അദ്ദേഹത്തിൻ്റെ ജന്മദിനം എന്നാണ്? നവംബർ 12 അപ്പം ആ നവംബർ 12 എന്ത് ചെയ്യുക, നമ്മൾ ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായിട്ട് എന്ത് ചെയ്യുന്നത്, ആചരിക്കുന്നത്. അതേപോലെ ബേർഡ്സ് ഓഫ് ഇന്ത്യ, ബേർഡ്സ് ഓഫ് കേരള അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥ ഏതാണ്? ഒരു കുരുവിയുടെ പതനം. PSC ഒരുപാട് തവണ ആവർത്തിച്ചിട്ട് ചോദ്യമാണ്. ബേർഡ്സ് ഓഫ് ഇന്ത്യ, ബേർഡ്സ് ഓഫ് കേരള, അതേപോലെ ഒരു കുരുവിയുടെ പതനം, ഇതൊക്കെ എന്ത് ചെയ്യുക, ഒരുപാട് തവണ ആവർത്തിച്ച ചോദ്യങ്ങളാണ്. അപ്പോൾ ബാക്കി ഇപ്പോഴുള്ള ഈ കാര്യങ്ങളൊന്നും നമുക്കൊന്നും ഇത് വേണ്ടാത്തതാണ്, ഓക്കെ. അടുത്ത് നോക്കൂ, ഈ ബോക്സിൽ ചെറിയ പോയിന്റ് കൂടി ഉണ്ട്. നോക്കി, വളരെ ദൂരത്ത് നിന്ന് വേണം നിരീക്ഷിക്കാൻ. നോക്കി, ഇതിന് ബൈനോക്കുലർ ഉപയോഗിക്കാം. അപ്പോൾ പക്ഷി നിരീക്ഷണത്തിന് ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ബൈനോക്കുലറാണ്. അത് മാത്രമേ ഈ ബോക്സ് വിട്ടുപോയതാണ്, ഓക്കെ. അപ്പോൾ അടുത്ത് നമുക്ക് നോക്കാം ഏതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് 2 പോയിന്റ് പഠിക്കാനുണ്ട്. അന്യദേശത്ത് നിന്ന് അനുകൂല ജീവിത സാഹചര്യങ്ങൾ തേടി നമ്മുടെ നാട്ടിലെത്തുന്ന പക്ഷികൾക്ക് പറഞ്ഞ പേരാണ് ദേശാടന പക്ഷികൾ. കേരളത്തിൽ വരുന്ന പ്രദേശം ഏതൊക്കെയാണ്? കടലുണ്ടി, തട്ടേക്കാട്, കുമരകം എന്നിവ. ഈ സ്ഥലങ്ങൾ ദേശാടന പക്ഷികൾ ഒരുപാട് വരുന്ന സ്ഥലങ്ങളാണ് അല്ലേ. അപ്പോൾ ഈ പോയിന്റും കൂടി ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തിരിക്കണേ. അടുത്ത് നമുക്ക് നോക്കേണ്ടത് നോക്കൂ, മുട്ടയിടുന്നവരുടെ ലോകം എന്നൊരു ഹെഡിങ് ഉണ്ട് ടെക്സ്റ്റ് ബുക്കിൽ. അതിനുശേഷം ഇവിടെ 3 ഗ്രൂപ്പ് കൊടുത്തിട്ടുണ്ട്. ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2, ഗ്രൂപ്പ് 3 കൊടുത്തിട്ടുണ്ട്. ഗ്രൂപ്പ് 1 ഉറുമ്പ്, പുൽച്ചാടി, ശലഭങ്ങൾ, വണ്ട്, ഈച്ച അല്ലെ, 2 മത്തി, അയല, വരാല്, മുഷി, ഗപ്പി, അങ്ങനെ മൂന്നാമത്തത് മുതല, പല്ല്, പാമ്പ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടല്ലേ. അപ്പോൾ നമുക്ക് അതിൻ്റെ പേരൊന്നും ജസ്റ്റ് നോക്കണ്ട, നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. മുട്ടയിടുന്നവരുടെ ലോകം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഏതാണ്? പ്രാണികളാണ് അല്ലേ. രണ്ടാമത്തെ ഏതാണ്? ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിലൊന്നാമത്തത് ഏതാണ്? പ്രാണികൾ. രണ്ടാമത്തെ ഏതാണ്? മത്സ്യങ്ങൾ. മൂന്നാം വർഗ്ഗം ഏതാണ്? ഉരകങ്ങൾ.
അപ്പം ഈ കാര്യം ഒന്ന് ഓർക്കുക കേട്ടോ. അപ്പോൾ പ്രാണികൾ, മത്സ്യങ്ങൾ, ഉരകങ്ങൾ ഇവയൊക്കെ എന്താണ്, മുട്ടയിട്ടാണ് അടുത്ത തലമുറ അല്ലെ കുഞ്ഞുങ്ങളുണ്ടാകുന്നത്. അപ്പോൾ ആ കാര്യം ഒന്ന് ഓർത്തിരിക്കുക. അതേപോലെ ഇവിടെ അടുത്തൊരു പോയിന്റ് കൊടുത്തിട്ടുണ്ട്. തവള, സാലമാൻഡർ, സീലിയൻ ഇവരെ എന്ത് ചെയ്യും, കടലിലും കരയിലും വെള്ളത്തിലും എന്ത് ചെയ്യും, ജീവിക്കാൻ കഴിയുന്നവരല്ല. ഇവരെ വിളിക്കുന്ന പേരാണെന്ത്, ഉഭയജീവികൾ. അപ്പോൾ ഉഭയജീവികൾ എന്ന് പറഞ്ഞാൽ കരയിലും വെള്ളത്തിലും ജീവിക്കാൻ കഴിയുന്ന ജീവികൾക്ക് പറഞ്ഞ പേരാണെന്ത്, ഉഭയജീവികൾ. എക്സാമ്പിൾ രണ്ടെണ്ണം നോക്കി വെച്ചു, തവള, സാലമാൻഡറൊക്കെ നോക്കി വയ്ക്കുക. നമ്മൾക്ക് പരീക്ഷയ്ക്ക് വരുമ്പോൾ സാലമാൻഡർ എന്നൊക്കെ എന്ത് ചെയ്യുക, ടെക്സ്റ്റ് ബുക്കൊക്കെ നോക്കാതെ പോയാൽ കിട്ടത്തില്ല അല്ലേ. അപ്പോൾ ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പം ഉഭയജീവികൾ എന്ന് നോക്കുക. അടുത്തത് ഇവിടെയുണ്ട്, സാൽമൺ മത്സ്യത്തിൻ്റെ കഥ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ജസ്റ്റ് നോക്കണേ. മുട്ടയിടാൻ വേണ്ടി ദീർഘദൂരം യാത്ര ചെയ്യുന്ന ഒരു ഇനം മത്സ്യമാണ് ഇത്, സാൽമൺ. എപ്പോഴാണ് പോരുന്നത്, വേനൽക്കാലമാകുമ്പോൾ ഈ മത്സ്യങ്ങൾ പസഫിക് സമുദ്രത്തിൽ നിന്ന് യാത്ര ആരംഭിക്കുന്നു അല്ലേ. എത്ര ദൂരം സഞ്ചരിക്കും, ഏകദേശം 2500 കിലോമീറ്റർ അകലെയുള്ള വടക്കേ അമേരിക്കൻ നദികളിലാണ് അവസാനിക്കുന്നവരെ യാത്ര. അപ്പം അത്ര ദൂരം വരെ യാത്ര ചെയ്യും. ഓക്കെ, ഇനി നോക്കിയേ. പ്രതിസന്ധികളെല്ലാം അതിജീവിച്ച് നദികളുടെ പ്രഭവ സ്ഥാനത്തെത്തി മുട്ടയിട്ട് കഴിയുന്നതോടെ അവ കൂട്ടത്തോടെ മണൽത്തിട്ടകളിൽ ചത്തൊടുങ്ങുന്നു. പിന്നീട് മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ സമുദ്രത്തിലേക്ക് തിരികെ യാത്രയാകുന്നു അല്ലേ. അപ്പോൾ അവരവിടെ നിന്ന് ഇങ്ങോട്ട് പസഫിക് സമുദ്രത്തിൽ നിന്ന് ഇങ്ങോട്ട് പോരും. മുട്ടയിട്ട് ഇവിടെ എന്ത് ചെയ്യും, മരിച്ചു പോകും. അവരെ കുഞ്ഞുങ്ങളാണ് തിരിച്ചെന്ത് ചെയ്യുന്നത്, അങ്ങോട്ട് തിരിച്ചു ചെല്ലുന്നത്. അപ്പം ഈ കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഏതാ സമുദ്രം എന്നൊന്ന് ഓർത്തിരിക്കുക. സ്റ്റേറ്റ്മെൻറ്റ് ചോദിച്ചാൽ നമ്മൾ അന്നേരം പെട്ടെന്ന് കുടുങ്ങിപ്പോകും. ഏത് സമുദ്രം ഏതാണ്, പസഫിക് സമുദ്രമാണ് കേട്ടോ. പസഫിക് സമുദ്രത്തിൽ നിന്നാണ് സാൽമൺ മത്സ്യങ്ങൾ എന്ത് ചെയ്യുന്നത്, വരുന്നതെന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തിരിക്കുക. ഇനി നമുക്ക് പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗമാണ് ഇത്. ഏതാണ്, രൂപാന്തരണം എന്ന ഈ ഭാഗം. നോക്കിക്കേ. ചില ജീവികളുടെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ മാതൃജീവിയോട് സാദൃശ്യമില്ലാത്തവയാണ്. ഇവയാണ് ലാർവകൾ. ഓർത്തോണം, ബീസ് ആൻഡ് ആൻസർ ഒക്കെ അതേപടി ബേസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ചില ജീവികളുടെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ മാതൃജീവിയോട് സാദൃശ്യമില്ലാത്ത, അതിന് പറഞ്ഞ പേരാണത് ലാർവകൾ. അപ്പം ഇനി ലാർവ എങ്ങനെ ജീവിയായിട്ട് മാറുന്നെങ്കിൽ നോക്കി. ലാർവാവസ്ഥയിലുള്ള കുഞ്ഞുങ്ങൾ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നുപോയി മാതൃജീവിയോട് സാദൃശ്യമുള്ള രൂപങ്ങളായി അല്ലേ മാറുന്നതാണ് രൂപാന്തരണം. അപ്പോൾ ഇതിൽ 2 പോയിന്റ് കിടപ്പുണ്ട്. ഏതൊക്കെയാണ്, ഒന്നേതാണ്, ഒന്ന് എന്താണ് ലാർവകൾ എന്നൊരു ടോപ്പിക്ക് ഇവിടെ വന്നു അല്ലേ. രണ്ടാമത്തേതാണ് എന്താണ് രൂപാന്തരണം. എന്താ ലാർവ എന്ന് പറഞ്ഞാൽ ചില ജീവികളുടെ മുട്ട വിരിഞ്ഞാൽ എന്ത് ചെയ്യുക, അപ്പോൾ കോഴി മുട്ട വിരിഞ്ഞ് എങ്ങനെയാണ്, കോഴി തന്നെ പോലെ തന്നെ വരിക അല്ലേ. എന്നാൽ ചിത്രശലഭമൊന്നും അങ്ങനെയല്ലോ. അപ്പോൾ ചില ജീവികളുടെ മുട്ട വിരിഞ്ഞാൽ എന്ത് ചെയ്യും, വിരിഞ്ഞു വരുന്ന ആ കുഞ്ഞുങ്ങൾ മാതൃജീവിയോട് സാദൃശ്യം ഇല്ലാത്തവയാണ്. അവയെ വിളിക്കുന്ന പേരാണത് ലാർവകൾ. ഇനി നോക്കിയേ. ലാർവാവസ്ഥയിലുള്ള കുഞ്ഞുങ്ങൾ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നുപോയി മാതൃജീവിയോട് സാദൃശ്യമുള്ള രൂപങ്ങളായി മാറുന്നതിന് പറഞ്ഞ പേരാണത് രൂപാന്തരണം. അപ്പം രൂപാന്തരണവും ലാർവകളും ഈ ഭാഗത്തുനിന്ന് നോക്കണം. ഇപ്പം നമ്മൾ പറഞ്ഞതിന് ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏതാണ് ഈ ലാർവ രൂപാന്തരണത്തിന് നോക്കി. എക്സാമ്പിൾ നോക്കി. പൂമ്പാറ്റയുടെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞ് എങ്ങനെ ഇരിക്കുന്നത്, പൂമ്പാറ്റയെ പോലെയാണല്ല, പുഴുവിനെ പോലെയാണ് അല്ലേ. പൂമ്പാറ്റയുടെ രൂപാന്തരണത്തിൽ ലാർവ, പ്യൂപ്പ എന്നീ ഘട്ടങ്ങൾക്ക് ശേഷമാണ് ശലഭം ഉണ്ടാകുന്നത്. അതേപോലെ തേനീച്ച, പൂമ്പാറ്റ, തുമ്പി, കൊതുക്, ഈച്ച എന്നിവയിൽ രൂപാന്തരണം നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ ചിലപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ട് എന്ത് ചെയ്യും, നമ്മളെ ഇതിൻ്റെ ഓർഡർ പറയാനൊക്കെ പറയും. എന്താണ്, അപ്പോൾ നമ്മൾ പ്യൂപ്പ, ലാർവ എന്നുള്ള ഓർഡറും നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ എന്ത് ജസ്റ്റ് ചെയ്യുക, ഒന്ന് നോക്കണം. ഈ ഭാഗം ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കണം കേട്ടോ. ഓക്കെ. അപ്പം ഇവിടെ ഈ ഒരു പിക്ചർ നോക്കിയാൽ ചിത്രശലഭത്തിൻ്റെ രൂപാന്തരം കൊടുത്തിട്ടുണ്ട് അല്ലേ. എങ്ങനെയാണ്, ചിത്രശലഭം മുട്ടയിടുന്നു, മുട്ടയിന് ശേഷം എന്ത് ചെയ്യുന്നു, അത് വിരിഞ്ഞ് ലാർവയാകുന്നു, പിന്നെ അത് പ്യൂപ്പയാകുന്നു, അതിനുശേഷം എന്ത് ചെയ്യുന്നു, വീണ്ടും ചിത്രശലഭമായി മാറുന്നു. അപ്പോൾ അതൊന്ന് ജസ്റ്റ് നോക്കിയിരിക്കുക. അടുത്ത് നോക്കൂ. അപ്പോൾ നമ്മൾ രൂപാന്തരണം നടക്കുന്ന ജീവികളൊക്കെ ജസ്റ്റ് ഓർത്തിരിക്കുക. അതൊക്കെയാണ് തേനീച്ച, തുമ്പി, കൊതുക്, ഈച്ച. ഇതൊക്കെയാണ് നമ്മുടെ എന്ത് ചെയ്യുക, ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തേക്കുന്നത്. ഓക്കെ. ഇനി തുമ്പിയുടെ ലാർവേനെ പറഞ്ഞ പേരാണെന്ത്, തുമ്പിയുടെ ലാർവേനെ പറഞ്ഞ പേരാണ് നമ്മൾ കുഴിയാന എന്ന് പറയും അല്ലേ, കുഴിയാന. അതേപോലെ ഇവിടെ കുറച്ചിട്ട് ചിത്രശലഭങ്ങളുടെ പേര് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ സാധാരണയായി കണ്ടുവരുന്ന ചില ചിത്രശലഭങ്ങളാണ് ഏതൊക്കെ, മഞ്ഞ പാപ്പാത്തി, നാരകശലഭം, ഗരുഡശലഭം, കൃഷ്ണശലഭം തുടങ്ങിയവ അല്ലേ. അപ്പോൾ ഇതിൽ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിൽ താഴെ പറയുന്നതിൽ പെടാത്തത് ഏതാണ്, പെട്ടത് ഏതാണെന്നൊക്കെ ചോദിക്കും. ഓക്കെ. അല്ലെങ്കിൽ ഈ രീതിയിൽ എന്ത് ചെയ്യുക, ഈ പേരുകൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ വൃത്തിയായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ പേരും പടവും എല്ലാം കൂടി കൊടുത്ത് സ്ഥിതിക്ക് എന്ത് ചെയ്യുക, ഒന്ന് നോക്കിയേക്കുക. കൃഷ്ണശലഭമുണ്ട്, മഞ്ഞപ്പാപ്പാത്തിയുണ്ട്, അതേപോലെ എന്ത് ചെയ്യുക, നാരകശലഭമുണ്ട്, ഓക്കിലശലഭം. ഇതൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് നോക്കിയേക്കുക. അതേപോലെ നോക്കിയേ.
അതേപോലെ അടുത്ത് ഇവിടെ ഒരു കൊടുത്തേക്കുന്ന ഒരു ഹെഡിങ് ആണത് കടലാമകൾ. നോക്കി, കടലാമ എന്ന് പറയുന്നത് നോക്കി, കടലിൽ നിന്ന് കരയിലേക്ക് കയറി വന്ന് മണൽ മാന്തി കുഴിയുണ്ടാക്കിയാണ് കടലാമകൾ മുട്ടയിടുന്നത്. മനുഷ്യൻ്റെ ഇടപെടൽ മൂലം ഈ മുട്ടകൾ വൻതോതിൽ നാശം സംഭവിക്കുന്നു അല്ലേ. നാശം സംഭവിക്കുകയും കടലാമകൾ എന്ത് ചെയ്യുന്നു, വംശഭീഷണി നേരിടുകയും ചെയ്യുന്നു അല്ലേ. ഇവരുടെ സംരക്ഷണത്തിനായിട്ട് പല സന്നദ്ധ സംഘടനകളൊക്കെ എന്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ, അതേപോലെ ലാസ്റ്റ് പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. വനം വകുപ്പിന് കീഴിൽ മലപ്പുറം ജില്ലയിൽ വള്ളിക്കുന്നിലെ മുതിയം കടൽ തീരത്ത് കടലാമകളെ സംരക്ഷിച്ചു വരുന്നുണ്ട്. അപ്പം ഈ ഒരു ഭാഗം ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കിയിരുന്നതാണ്. എന്താണ്, എവിടെയാണ് കേരളത്തിൽ കടലാമകളെ സംരക്ഷിക്കുന്ന വെച്ചാൽ എവിടെയാണ്? മലപ്പുറം ജില്ലയിലെ വള്ളിക്കുന്നിലെ മുതിയം കടൽ തീരത്താണ് എന്ത് ചെയ്യുന്നത്, കടലാമകളെ സംരക്ഷിക്കുന്നത്. ഇതിൽ ഇത്രയേ പഠിക്കാനുള്ളൂ. ആ ഒരു ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ് മാത്രം നോക്കിയാൽ മതി. മുതിയം കടൽ തീരം അതെവിടെയാണ്? മലപ്പുറം ജില്ലയിലാണ്, ഓർക്കുക. അതേപോലെ അടുത്തൊരു ഹെഡിങ് ഉണ്ട്, പ്രസവിച്ച് പാലൂട്ടി വളർത്തുക. പ്രസവിച്ച് പാലൂട്ടി വളർത്തുക എന്താ നോക്കി, കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്ന ജീവികളെ വിളിക്കുന്ന പേരാണത് സസ്തനികൾ. അപ്പോൾ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്ന ജീവികൾക്ക് പറഞ്ഞ പേരാണത് സസ്തനികൾ. അതിന് സസ്തനിയുടെ പ്രത്യേകതകൾ കുറച്ച് കൊടുത്തിട്ടുണ്ട്. കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്നു, ശരീരത്തിൽ രോമങ്ങളുണ്ട്, ചെവിക്കുടയുണ്ട്. ഇതൊക്കെയാണ് സസ്തനികളുടെ പ്രത്യേകത എന്ന് പറയുക. ഇവിടെ ഒരു പ്രത്യേക ഒരു ബോക്സിൽ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. നോക്കി, പറക്കുന്ന സസ്തനി ആരാണ്? വവ്വാലാണ് അല്ലേ. പറക്കുന്ന സസ്തനിയാണ് വവ്വാൽ. ഇനി അവരെ പറക്കാൻ സഹായിക്കുന്നത് എങ്ങനെയാണ്? ചർമ്മബന്ധിതമായ മുൻകാലുകളാണ് അവയെ പറക്കാൻ സഹായിക്കുന്നത്. നമ്മൾ ചിറകുന്നൊക്കെ എഴുതി വയ്ക്കും, അതുകൊണ്ട് ജസ്റ്റ് എന്ത് ചെയ്യുക, ടെക്സ്റ്റ് ബുക്കിലുള്ളതുകൊണ്ട് ഓർത്തോണം. ചർമ്മബന്ധിതമായ മുൻകാലുകളാണ് അവയെ പറക്കാൻ സഹായിക്കുന്നത്. പക്ഷിയെ പോലെ തോന്നുമെങ്കിലും അവ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടിയാണ് വളർത്തുന്നത്. അപ്പോൾ വവ്വാൽ പക്ഷിയെ പോലെ തോന്നുമെങ്കിലും, സാധാരണ പക്ഷികൾ മുട്ടയിടും അല്ലേ, ഇത് പക്ഷികളെ പോലെ തോന്നുമെങ്കിലും അവ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടിയാണ് എന്ത് ചെയ്യുന്നത്, വളർത്തുന്നത്. കൊണ്ട് വവ്വാലാണ് പറക്കുന്ന സസ്തനി എന്നറിയപ്പെടുന്നത് കേട്ടോ. ഓക്കെ, ഇനി സസ്തനികൾ കുറച്ച് വെറുതെയ സാധാരണ പ്രസവിക്കുമെന്ന് പറഞ്ഞു. അപ്പം സസ്തനികൾ എങ്ങനെയുണ്ട്? സസ്തനികൾ മുട്ടയിടുന്നവരും ഉണ്ട്. ഏതൊക്കെയെന്ന് നോക്കിയത്? പ്ലാറ്റിപ്പസ് ഉണ്ട്, അതേപോലെ എക്കിഡ്ന, ഈ രണ്ടെണ്ണമാണ് എന്ത് ചെയ്യുക, മുട്ടയിടുന്നത്. പോയിന്റ് നോക്കി, പ്ലാറ്റിപ്പസും എക്കിഡ്നയും മുട്ടയിടുന്ന സസ്തനികളാണ്. ഇവ കുഞ്ഞുങ്ങളെ പാലൂട്ടി വളർത്തുന്നു. മുട്ടയിട്ടതിന് ശേഷം എന്ത് ചെയ്യുക, വളർന്നതിന് ശേഷം എന്ത് ചെയ്യുന്നു, പാലൂട്ടി വളർത്തുന്നത്. കൊണ്ട് അവരും എന്താണ്, സസ്തനികളാണ് അല്ലേ. ഇനി നമുക്ക് പഠിക്കേണ്ട മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്. ഏതാണ്? ശരീരം മുറിഞ്ഞാലും പുതിയ ജീവി എന്നൊരു ബോക്സ് കൂടെ കൊടുത്തിട്ടുണ്ട്. എന്താ സംഭവം? മണ്ണിര, പ്ലനേറിയ അല്ലേ എന്നിവയുടെ ശരീരഭാഗങ്ങൾ മുറിഞ്ഞാൽ ആ ഭാഗം വളർന്ന് പുതിയ ജീവിയായി മാറും. അപ്പം ഈ കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ശരീരം മുറിഞ്ഞാലും ആ ഭാഗം എന്ത് ചെയ്യുക, പുതിയ ജീവിയായി മാറുന്ന ജീവികളുടെ എക്സാമ്പിൾ ഏതൊക്കെയാണ്? മണ്ണിര, പ്ലനേറിയ. ഇവിടെ വേറൊരു ബോക്സ് ഉണ്ട്. എന്താണ്? പ്രസവിക്കുന്ന അച്ഛൻ എന്നും പറഞ്ഞൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. എന്താണ്? മത്സ്യത്തിൻ്റെ വർഗത്തിൽപ്പെട്ട 7 ഇഞ്ച് മാത്രം വലുപ്പമുള്ള ജീവികളാണ് കടൽക്കുതിര. അപ്പം കടൽക്കുതിര എന്ന് പറഞ്ഞാൽ മത്സ്യത്തിൻ്റെ വർഗത്തിൽപ്പെട്ടതാണ്. 7 ഇഞ്ച് മാത്രം വലുപ്പമുള്ള ഒരു കടൽ ജീവിയാണ് എന്തുവാ, കടൽക്കുതിര എന്ന് പറയുക. അതേപോലെ നോക്കി, പെൺകടൽക്കുതിരകൾ ഇടുന്ന മുട്ടകൾ ആൺ കടൽക്കുതിരയുടെ ഉദരഭാഗത്ത് സഞ്ചിയിൽ സൂക്ഷിക്കുന്നു. 40 ദിവസത്തിന് ശേഷം ഈ മുട്ടവിരൽ വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ സഞ്ചിയിൽ നിന്ന് പുറത്തു വരുന്നു. ആൺ കടൽക്കുതിര പ്രസവിക്കുന്നത് പോലെ തോന്നുന്നത് കൊണ്ടാണ് നമ്മൾ അവയെ എന്ത് വിളിക്കുന്നത്, പ്രസവിക്കുന്ന അച്ഛൻ എന്ന് പറയുക. അപ്പോൾ ശരിക്കും മുട്ടയിടുന്നവരാണ് പെൺകുതിരയാണ് അല്ലേ, പെൺകടൽക്കുതിരയാണ് മുട്ടയിടുന്നത്. സൂക്ഷിക്കുന്നത് എവിടെയാണ്? ആൺ കടൽക്കുതിരയുടെ ഉദരഭാഗത്ത് സഞ്ചിയിലാണ് എന്ത് ചെയ്യുന്നത്, സൂക്ഷിക്കുന്നത്. അപ്പോൾ മുട്ട വിരിയാനെടുക്കുന്ന സമയം 40 ദിവസത്തിന് ശേഷം. അപ്പോൾ ഇത്ര കാര്യമൊന്ന് ഈ ബോക്സിൽ നിന്ന് ഓർത്തിരിക്കുക. ഇപ്പോൾ കടൽക്കുതിര എന്ന് പറഞ്ഞാൽ 7 ഇഞ്ച് മാത്രം വലിപ്പമുള്ള ഒരു മത്സ്യവർഗത്തിൽപ്പെട്ട ഒരു ജീവിയാണ് അല്ലേ. അതിൽ മുട്ടയിടുന്നത് പെൺ കടൽക്കുതിരയാണ്. സൂക്ഷിക്കുന്ന എവിടെയാണ്? ആൺ കടൽക്കുതിരയുടെ ഉദരഭാഗത്ത് സഞ്ചിയിലാണ്. 40 ദിവസത്തിന് ശേഷം എന്ത് ചെയ്യുന്നു, മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്ത് വരുന്നു അല്ലേ. അപ്പോൾ നമുക്ക് തോന്നുന്നു എന്താണ്, ആൺ കടൽക്കുതിര പ്രസവിച്ചാണ് കുഞ്ഞുങ്ങൾ വരുന്നതെന്ന് തോന്നുന്നുണ്ട്. നമ്മൾ വിളിക്കുന്ന പേരാണത് പ്രസവിക്കുന്ന അച്ഛൻ. അപ്പം പ്രസവിക്കുന്ന അച്ഛൻ എന്നറിയപ്പെടുന്ന ജീവി ഏതാണ്? കടൽക്കുതിരയാണ്. ഓർത്തിരുന്നോണേ. അടുത്തപോലെ ഇവിടെ നിന്ന് കൊടുത്തിട്ടുണ്ട്. എന്താണ്? സഞ്ചി മൃഗം എന്നൊരു സോപ്പിൽ കൊടുത്തിട്ടുണ്ട്. അതേതാ സംഭവം? കങ്കാരു. നമുക്കറിയുന്ന കാര്യമല്ലേ. അവരെ ജന്മദേശം ഏതാ? ഓസ്ട്രേലിയയാണ് അല്ലേ. പ്രത്യേകത എന്താ? പ്രസവിച്ച ഉടനെ കുഞ്ഞുങ്ങളെ സ്വന്തം ശരീരത്തിലുള്ള സഞ്ചിയിലേക്ക് ആക്കിയാണ് അവ പരിപാലിക്കുന്നത്. അപ്പോൾ പ്രസവിക്കുക ചെയ്യുക, പക്ഷേ അതിനുശേഷം പെട്ടെന്ന് എന്ത് ചെയ്യും, അവർ പരിപാലിക്കുന്നത് സ്വന്തം ശരീരത്തിലെ ഉറയിലേക്ക് എന്ത് ചെയ്യുക, സഞ്ചിയിലേക്ക് മാറ്റിയിട്ടാണ് പരിപാലിക്കുന്നത്. ഇതാണ് സഞ്ചി മൃഗം എന്ന് പറയപ്പെടുന്നത്. ഓക്കെ, അടുത്തൊരു ബോക്സ് കൂടെ കൊടുത്തേക്കുന്നത് പ്രസവിക്കുന്ന പാമ്പ്. പാമ്പുകൾ മുട്ടയാടുന്ന അല്ലേ, എന്നാൽ പ്രസവിക്കുന്നൊരു പാമ്പുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം നമുക്ക്. ഓക്കെ, പാമ്പുകളിൽ
അണലിയുടെ മുട്ടകൾ വിരിയുന്നത് ശരീരത്തിനുള്ളിൽ വെച്ച് തന്നെയാണ്. മനസ്സിലായല്ലേ? അപ്പോൾ ശരിക്കും മുട്ട തന്നെയാണ്, പക്ഷേ അത് പ്രസവിക്കുന്ന അല്ലേ, മുട്ട വിരിയുന്ന എവിടെയാണ്? ശരീരത്തിൻ്റെ ഉള്ളിൽ വെച്ച് തന്നെയാണ് അല്ലേ. അവയുടെ കുഞ്ഞുങ്ങൾ പുറത്തു വരുമ്പോൾ അണലിപ്പാമ്പ് പ്രസവിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. അതുകൊണ്ടാണ് നമ്മളെന്ത് പറയുന്നത്, പ്രസവിക്കുന്ന പാമ്പെന്ന് പറയുക. ശരിക്കും മുട്ട വിരിഞ്ഞ് തന്നെയാണ് അണലിയുടെ ഇതുണ്ടാകുക. നമ്മൾ PSC പുസ്തകങ്ങളൊക്കെ വായിക്കാറുണ്ട്. പുസ്തകങ്ങൾ എങ്ങനെയാണ് പ്രസവിക്കുന്ന പാമ്പ് എന്നാണ് പറയുന്നത് അല്ലേ. ഏതാണ് അണലിയെ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. പക്ഷേ സംഭവം എന്താണ്, അതിൻ്റെ വയറ്റിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ എന്ത് ചെയ്യും, മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്ത് വരും. നമുക്ക് പുറത്ത് വരുമ്പോൾ എങ്ങനെ തോന്നുക, അത് പ്രസവിച്ചതായിട്ട് തോന്നും അല്ലേ. ഓക്കെ, ഇതിൻ്റെ പ്രത്യേകം നോക്കി, കുഞ്ഞുങ്ങൾ പുറത്തു വന്ന ശേഷം അണലി അവയെ ഒട്ടും തന്നെ പരിപാലിക്കുന്നില്ല. അപ്പോൾ തള്ളപ്പാമ്പ് എന്ത് ചെയ്യാറില്ല, ഒട്ടും തന്നെ പരിപാലിക്കാറില്ല. അവർ തോന്നിയും വളരും. ഓക്കെ, അടുത്ത് നോക്കി, പവിഴപ്പുറ്റ്. PSC ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഉള്ളത് എവിടെയാണ്, അതിൻ്റെ അങ്ങനെയൊക്കെ ചോദിക്കാറ്. നോക്കി, കടലിലെ മഴക്കാടുകൾ എന്ന് വിശേഷിക്കപ്പെടുന്നതാണെന്ത്, പവിഴപ്പുറ്റുകൾ. ഇനി എന്താ പ്രത്യേകം നോക്കി, കടലിനടിയിൽ പൂന്തോട്ടങ്ങളെ പോലെ കാണുന്ന ജീവിവർഗമാണെന്ത്, പവിഴപ്പുറ്റുകൾ. അപ്പോൾ പവിഴപ്പുറ്റ് എന്ന് പറഞ്ഞാണ് കടലിലെ മഴക്കാടുകൾ എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ കണ്ടൽവനം എന്നൊക്കെ എഴുതി വയ്ക്കും. അപ്പം നോക്കിയിരുന്നോണം ഏതാണത്, പവിഴപ്പുറ്റുകളാണല്ലേ. ഇനി അവ എന്താണ്, കടലിനടിയിൽ പൂന്തോട്ടങ്ങളെ പോലെ കാണുന്ന ജീവികളാണ് അല്ലേ. ഇനി അതിൻ്റെ പ്രത്യേകത എന്താ നോക്കി, വിവിധ ഇനം കടൽ ജീവികളുടെ വാസകേന്ദ്രം കൂടിയാണിത്. വിവിധ തരം കടൽ ജീവികളുടെ വാസകേന്ദ്രം കൂടിയാണിത്. അതേപോലെ നോക്കി, കടൽക്ഷോഭം ഒരു പരിധി വരെ തടയാനും പല അസുഖങ്ങൾക്കുള്ള മരുന്നുകൾ നിർമ്മിക്കാനും പ്രയോജനപ്പെടുന്ന പവിഴപ്പുറ്റുകൾ ഇപ്പോൾ വംശനാശ ഭീഷണിയിലാണ് അല്ലേ. അപ്പം എന്ത് ചെയ്യുക, കടലിൻ്റെ ക്ഷോഭം ഒരു പരിധി വരെ തടയാൻ ഇവർക്ക് സാധിക്കും. അതേപോലെ എന്ത് ചെയ്യുക, പലതരം മരുന്നുകൾക്കുള്ള അല്ലേ മരുന്നുകളാണ്. അപ്പോൾ ഇതെന്താണ്, ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്താണ്, വംശനാശ ഭീഷണി നേരിടുകയാണ്. അതുകൊണ്ട് നോക്കി, ഇവയെ സംരക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യം മുൻനിർത്തി 1997, 2008 എന്നീ വർഷങ്ങൾ പവിഴപ്പുറ്റുകൾക്കായി ആചരിക്കുകയുണ്ടായി. അപ്പം ഓർത്തിരുന്നോളം 1997, 2008 ഇവരെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നമ്മൾ അതിനെന്ത് ചെയ്തു, ഇവർക്ക് വേണ്ടി ആചരിക്കുകയുണ്ടായി. അതേപോലെ നോക്കിയേ, ലോകത്തിലെ ഏറ്റവും വലിയ പവിഴപ്പുറ്റ് എവിടെ നോക്കൂ, PSC ചോദിച്ച മുൻകാല ചോദ്യമാണ്. ഏതാണ് ലോകത്തിലെ ഏറ്റവും വലിയ പവിഴപ്പുറ്റ് എന്ന് പറയുന്നത്? ഓസ്ട്രേലിയയിലെ ഗ്രേറ്റ് ബാരിയർ റീഫാണ് ലോകത്തിലെ ഏറ്റവും വലിയ പവിഴപ്പുറ്റ് എന്ന് പറയുക. ഓസ്ട്രേലിയയിലാണ്, മറക്കണ്ട, ഗ്രേറ്റ് ബാരിയർ റീഫാണ്. അതുപോലെ നമ്മുടെ ലക്ഷദ്വീപിലും അല്ലേ, നമ്മുടെ ലക്ഷദ്വീപിലും പവിഴപ്പുറ്റ് ഒരുപാട് എന്തിന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഈ ഭാഗത്ത് നിന്ന് പഠിക്കേണ്ടത് അല്ലേ. അപ്പം പഠിക്കേണ്ട കാര്യം ഇതാണ്, എന്താണ് പവിഴപ്പുറ്റിൻ്റെ ആ ഉപയോഗങ്ങൾ ജസ്റ്റ് നോക്കുക. അതേപോലെ വർഷം 1997, 2008 എന്ന വർഷങ്ങൾ എന്ത് ചെയ്യുക, 22 വർഷം നോക്കണം. അതേപോലെ എന്ത് ചെയ്യുക, ഓസ്ട്രേലിയയിലെ ഗ്രേറ്റ് ബാരിയർ റീഫ് എന്ന വാക്കും എന്ത് ചെയ്യണം, ഒന്ന് ഓർത്തിരിക്കണം. അപ്പം ഇത്രയുമാണ് ഈ ചാപ്റ്ററിലുള്ള പ്രധാനപ്പെട്ടതുള്ളത്. 5ാം ക്ലാസ്സിലെ 10ാമത്തെ ചാപ്റ്ററായ ജന്തുവിശേഷങ്ങൾ ചാപ്റ്റർ ഇത്രയുള്ള ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഉപകാരപ്പെട്ടതെന്ന് കരുതുന്നു. അപ്പം തീർച്ചയായും ഉപകാരപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊന്ന് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക്